ക്ലാസ് എടുക്കുന്നത് സ്ട്രെസ്സിനെ പറ്റിയിട്ടാണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഒരു എക്സാം ഒക്കെ ആകുമ്പോൾ ആകെ സ്ട്രെസ് ആവും അല്ലേ, ആകെ ടെൻഷനാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവും. ഒരു സ്ട്രെസ്സ് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ജോലിയിലായാലും സ്ട്രെസ് ഓവർ ബേർഡൻ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സ്ട്രെസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് സ്ട്രെസ് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യണത്. സ്ട്രെസ് ഈസ് എ മെൻ്റൽ ടെൻഷൻ കോസ്ഡ് ബൈ ഡിമാൻഡിങ് ടാക്സിങ് ഓർ ബേർഡൻ സർക്കംസ്റ്റാൻസസ്. അതായത് സ്ട്രെസ് എന്ന് പറഞ്ഞൊരു മെൻ്റൽ ടെൻഷനാണ് അല്ലേ, ഒരു വ്യക്തിയുടെ ഒരു മെൻ്റൽ ടെൻഷനാണ് എന്തെന്ന് പറഞ്ഞാൽ സ്ട്രെസ്. അതെങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ചാൽ മറ്റുള്ളവരോട് ഡിമാൻഡ് ചെയ്യാൻ പറയുമ്പോൾ ടാക്സ് ചെയ്യും അല്ലെങ്കിൽ അവർക്ക് ഒരു ഓവർ ബേർഡൻ കൊടുത്തിട്ട് അതായത് നിരന്തരം അവരെ ഒരു ബുദ്ധിമുട്ടിക്കുക അങ്ങനെയൊക്കെ പറയില്ല നമ്മൾ. അവരെ ഓവറായിട്ട് നമ്മൾ ഡിമാൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഓവറായിട്ട് അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക, അങ്ങനത്തെ ഇതൊക്കെ ആകുമ്പോൾ അങ്ങനെ വരുന്നതാണ് എന്തെന്ന് സ്ട്രെസ് എന്നാണ്. സ്ട്രെസ് ഡസ് നോട്ട് ജസ്റ്റ് എഫക്റ്റ് അവർ മെൻ്റൽ സ്റ്റേറ്റ് ആൻഡ് മൂഡ്. നമ്മുടെ മെൻ്റൽ അല്ലെങ്കിൽ നമ്മുടെ മൂഡിന് മാത്രമല്ല, നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ, അതായത് നമ്മുടെ ബോഡീനെ പോലും സ്ട്രെസ് ആയതുകൊണ്ട് എഫക്റ്റ് ചെയ്യും അല്ല. സ്ട്രെസ് വരുന്ന സമയത്ത് ചില സമയത്ത് ക്ഷീണം കാര്യങ്ങളൊക്കെ വരണ ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്തെന്ന് പറയണത് സ്ട്രെസ് എന്ന് പറയണത്. സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത് കൺസിസ്റ്റ് മേക്കിംഗ് ഇനി നമുക്ക് സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ് പറയണത്. സ്ട്രെസ് മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് മേക്കിംഗ് ചേഞ്ചസ് ടു അവർ ലൈഫ് ഇഫ് വി ആർ ഇസ് കോൺസ്റ്റൻറ്റ് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ്. അതായത് സ്ട്രെസ് മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ചെയ്യുന്നത് ഒരു നമ്മുടെ ലൈഫിൽ, അതായത് കോൺസ്റ്റൻറ്റ് സ്ട്രെസ്സിൽ എന്താ ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ നമ്മൾക്ക് മാറ്റം വരണം നമ്മുടെ ലൈഫിൽ. എന്തെന്ന് പറഞ്ഞാൽ സ്ട്രെസ് മാനേജ്മെൻറ്റ് അതായത് നമ്മുടെ ഇപ്പോൾ നിലനിൽക്കുന്ന ആ സിറ്റുവേഷന് അതൊരു മാറ്റം വരുത്താം അല്ലേ. എപ്പോഴും നമ്മൾ ടെൻഷനായിട്ട് ഇരിക്കാണ്ടിരിക്കുക, അതിനൊരു മാറ്റം വരുത്താം. അതെങ്ങനെയാണ് മാറ്റം വരുത്തുക? പ്രിവെൻറ്റിങ് സ്ട്രെസ് ബൈ പ്രാക്ടീസിങ് സെൽഫ് കെയർ. നമ്മൾ സ്വന്തമായിട്ട് സൂക്ഷിച്ചിട്ട് അതേപോലെ തന്നെ നമ്മളെപ്പോഴും റിലാക്സ് ആയിട്ട്, അതായത് ഒരു പീസ്ഫുൾ മൈൻഡായിട്ട്. ഇപ്പോൾ ചിലവരൊക്കെ കേട്ടിട്ടില്ല ആയുർവേദ ചികിത്സയ്ക്ക് അങ്ങോട്ട് പോയി, അത് ഓരോ റിസോർട്ട് കണ്ടാണല്ലോ കാമൻ, ഭയങ്കര സൈലൻറ്റ്, ടൗണിനുള്ളിലൊക്കെ നല്ല സൈലൻ്റ് ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമുക്ക് ആകെ ഒരു റിലാക്സേഷൻ കിട്ടുക. അതേപോലെ തന്നെ മാനേജ് അവർ റെസ്പോൺസ് ടു സ്ട്രെസ് സിറ്റുവേഷൻ വെൻ ദേ ഒക്കെ, അതായത് വല്ല സ്ട്രെസ്സുള്ള കാര്യമൊക്കെ നല്ല സുഖമായിട്ട് കൈകാര്യം ചെയ്യാം. സ്ട്രെസ് മാനേജർ ഒരു വൈഡ് സ്പെക്ട്രം ഓഫ് ടെക്നിക് ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ് എയിം ടു കൺട്രോളിങ് പേഴ്സണൽ ലെവൽ ഓഫ് സ്ട്രെസ് എസ്പെഷ്യലി ക്രോണിക് സ്ട്രെസ്. അതായത് നിരന്തരമുള്ള സ്ട്രെസ്സിനെ നമ്മൾ യോഗയൊക്കെ ചെയ്തിട്ട് ചിലർ മാറ്റണം, സ്ട്രെസ്സിനെ മാറ്റുക. അതേപോലെ അങ്ങനത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ ഡെയിലി വരുന്ന സ്ട്രെസ്സുകളെ നമുക്ക് ക്രോണിക് നിരന്തരമായിട്ടുള്ള സ്ട്രെസ്സിനെ നമുക്ക് മാറ്റാം. യൂഷ്വലി ഫോർ ദ പർപ്പസ് ഓഫ് ഇംപ്രൂവ് എവറി ഡേ ഫങ്ഷൻസ്. എന്തിനാ ഈ സ്ട്രെസ്സ് കാര്യങ്ങൾ കുറയ്ക്കണേന്ന് വെച്ചാൽ നമ്മുടെ അത് യൂഷ്വലി പർപ്പസ് ഓഫ് അത് എന്തിനാണ് ഇങ്ങനെ സ്ട്രെസ്സ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണത്, നമ്മുടെ ഡെയിലി നമ്മുടെ വർക്കിനെ അതൊന്ന് എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി. സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ഹെൽത്തി ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് റിലേഷൻഷിപ്പ്. സ്ട്രെസ്സ് കാര്യങ്ങൾ മാനേജ്മെൻറ്റ് കുറയ്ക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് വളരെയധികം ക്വാളിറ്റി, അതായത് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമുക്ക് ലിവിങ് സ്റ്റാൻഡേർഡൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തെന്നാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. സ്ട്രെസ് കൊണ്ട് കുറഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം. ഇനി സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് എന്നാണ്. അവോയ്ഡ് അൺനെസസറി സ്ട്രെസ്. നമുക്ക് അൺനെസസറി ആയിട്ടുള്ള, അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്തത് ഉണ്ടാവും, അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ. സ്ട്രെസ്സ് ചില കാര്യങ്ങൾ വി കാൺഡ് അവോയ്ഡ് ഓൾ സ്ട്രെസ്. നമുക്ക് എല്ലാ സ്ട്രെസ്സുകളും, ഇപ്പോൾ ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം, അതൊരിക്കലും നമുക്കത് കളയാൻ പറ്റില്ല. അപ്പോൾ അതായത് അൺനെസസറി ആയിട്ടുള്ള കാര്യം, അതായത് നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് കുറയ്ക്കാൻ പറ്റുന്ന കാര്യമില്ല. ചില സിറ്റുവേഷനിൽ അത് നമ്മൾ എന്ത് വന്നാലും ഫേസ് ചെയ്യണം. നോട്ട് ഹെൽത്തി ടു അവോയ്ഡ് എ സിറ്റുവേഷൻ ദാറ്റ് നീഡ് ടു അഡ്രസ്ഡ്. അത് നമുക്ക് ആ കാര്യം നമ്മളത് ഫേസ് ചെയ്തേ പറ്റൂ. ജോലിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതെന്തായാലും ഫേസ് ചെയ്യേണ്ടി വരും. പഠിക്കുമ്പോൾ പഠിക്കേണ്ടതിൻ്റെ സ്ട്രെസ് അത് എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യേണ്ട കാര്യം തന്നെ. ലേൺ ഹൗ ടു സേ നോ. അതായത് പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുക, അല്ലാണ്ട് അത് അയ്യോ അത് പറയായിരുന്നു എന്ന് ഓർത്തിട്ട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അതായത് നോ അവർ ലിമിറ്റ്സ് ആൻഡ് സ്റ്റിക്ക് ടു ദം. നമ്മുടെ ലിമിറ്റ്സ് എന്താണെന്ന് അറിയാനായിട്ട്, നമ്മൾക്ക് എന്തൊക്കെയാണ് ലിമിറ്റ്, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയാണ് നമ്മുടെ ലിമിറ്റ് എന്നല്ലേ, ആ ലിമിറ്റ് വെച്ചിട്ട് അതിന് ഉറച്ചു നിൽക്കുക, സ്റ്റിക്ക് ടു ദം. വെദർ ഇൻ പേഴ്സണൽ ഓർ പ്രൊഫഷണൽ ലൈഫ്. അതെ, നമ്മുടെ പേഴ്സണൽ ലൈഫായാലും നമ്മുടെ സ്വന്തമായിട്ടുള്ള ലൈഫായാലും അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തായാലും ആ ലൈഫായാൽ പോലും നമുക്ക് എന്താണോ നമ്മുടെ ലിമിറ്റ് വെച്ചിട്ട് അവിടെ കാര്യങ്ങൾ നടത്തുക. റെഫ്യൂസ് ടു ആക്സെപ്റ്റ് അഡ്രസ് റെസ്പോൺസിബിലിറ്റീസ്. ഓവറായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ എടുക്കാണ്ട് നമ്മുടെ പരിധിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നീക്കുക.
Avoid people who stress you out. If someone consistently causes stress in your life and you can't turn the relation around, limit the time hours and you spend and with the person or end the relation entirely. ചില ആൾക്കാർ നമ്മളെ ടെൻഷൻ കൂട്ടുക, സ്ട്രെസ്സ്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ സമാധാനത്തിന് വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പോവുക, പക്ഷെ അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളെയും കൂടി ആകെ എന്താ പറയുക ഒരു സ്ട്രെസ്സിലേക്ക് കൊണ്ടു നിർത്തുക. അങ്ങനത്തെ ആൾക്കാരുടെ നിന്ന് കഴിയുന്നതും ഒഴിഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ അവരായിട്ടുള്ള സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറയുക, അല്ലെങ്കിൽ അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എൻഡ് ചെയ്യിപ്പിക്കുക. അതാണ് അവോയ്ഡ് പീപ്പിൾ ഹു സ്ട്രെസ് യു ഔട്ട്. നമ്മൾ എന്താ പറയുക ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് കൊടുത്തിട്ട് ഇതാക്കില്ലേ. ഇപ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന വ്യക്തികളാവും, അല്ലെങ്കിൽ നമ്മുടെ ഹെഡ് ആയ വ്യക്തികളായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യം ഒന്ന് അവോയ്ഡ് ചെയ്യുക അവരെ. ടേക്ക് കൺട്രോൾ ഓഫ് യുവർ എൻവയോൺമെൻറ്റ്. ഇപ്പോൾ ഈവനിങ് ന്യൂസ് മേക്സ് യുവർ ആൻഷ്യസ്, ടേൺ ടി വി ഓഫ്. അതായത് നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മളൊരു റിലാക്സേഷന് വേണ്ടി ടി വി തുറക്കുമോ. ഇപ്പോൾ ഇന്നത്തെ ഇപ്പോൾ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കൊറോണ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ടി വി തുറക്കുമ്പോൾ ആകെ ഒരു ടെൻഷൻ പോലെയാണ്. ആ കാര്യമാകുമ്പോൾ നമ്മൾ എന്താ ഓട്ടോമാറ്റിക്കലി എന്താ ഇത് വേണ്ട, മതി, നമുക്ക് നിർത്തുക, വേറെ എന്തെങ്കിലും നമുക്ക് നോക്കാമെന്നുള്ള ലെവൽ. അപ്പോൾ ടി വി മാറ്റുക. അതേപോലെ ഇപ്പോൾ ഇഫ് യു ആർ ട്രാഫിക് യു ടെൻസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ട്രാഫിക് ഒരു ടെൻഷൻ അടിക്കുക, ഇത്ര എന്തോരം ദൂരം ട്രാഫിക് കടന്നിട്ട് വേണം. അപ്പോൾ എന്താ ചെയ്യുക, കുറച്ച് ലോങ്ങർ ആണെങ്കിലും ദൂരമാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആ സ്ട്രെസ്സ് കുറച്ചിട്ട് നമുക്ക് ആ ട്രാവൽ ചെയ്യാം. എന്ന് വെച്ചാൽ ആ എന്താ പറയുക ട്രാഫിക് ഇല്ലാത്ത ഭാഗത്തൂടെ നമ്മൾ കുറേ ദൂരമാണെങ്കിലും സാരമില്ല, അത് നമ്മൾ എടുക്കുക, സ്വീകരിക്കുക. അവോയ്ഡ് ഹോട്ട് ബോട്ടം ടോപ്പിക്സ്. അതായത് എന്താ ചൂടുള്ള ഇത് കാര്യങ്ങൾ. അതായത് ഇഫ് യു അപ്സെറ്റ് അവർ റിലീജിയൻ ഓർ പൊളിറ്റിക്സ്. ചിലപ്പോൾ സമയത്ത് കേട്ടിട്ടില്ലേ, എന്താ മതപരമെന്ന് പറഞ്ഞിട്ട് തല്ലുണ്ടാക്കിയിട്ട് കൊന്നു എന്ന് പറയണേക്കാം. അതല്ലെങ്കിൽ എന്താ പറയുക പൊളിറ്റിക്സിൻ്റെ അല്ലേ, രാഷ്ട്രീയം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെയും എന്താ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യാം. അങ്ങനത്തെ ടോക്സുകൾ നമുക്ക് അങ്ങനത്തെ ക്ലോസ് ദം ഓഫ് യുവർ കോൺവെർസേഷൻ ലിസ്റ്റ്. ഇങ്ങനെ എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ തമ്മിൽ നമ്മൾ സംസാരിക്കാൻ നിർത്തുക. ഇഫ് യു ആർ റിപ്പീറ്റ്ലി ആർഗ്യൂയിങ് അബൌട്ട് ദ സെയിം വിത്ത് ദ സെയിം പീപ്പിൾ ദെൻ സ്റ്റോപ്പ് ബ്രിങ്ങിങ് അപ്പ് ആൻഡ് എക്സ്ക്യൂസ് യുവർ സെൽഫ് വെൻ ഇറ്റ് ടോപ്പിക് ഓഫ് ഡിസ്കഷൻസ്. അതന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ അവിടെ നീട്ടി പോവുക, അല്ലെങ്കിൽ അവിടെ എന്താ പറയുക ആ കാര്യത്തിന് നമ്മൾ നിർത്തുക, ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കാണ്ട് ഇരിക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പെയർ ഡൗൺ യുവർ ടു ഡു ലിസ്റ്റ്. അതായത് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. അതായത് ഇപ്പോൾ നമ്മൾ അനലൈസ് യുവർ ഷെഡ്യൂൾ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡെയിലി ടാസ്ക്. അതായത് നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു ടു ഡു ലിസ്റ്റ് ആയിട്ട് എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പർ കാര്യത്തിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ ഇഫ് യു ഗോ ടു മച്ച് ഓൺ യുവർ പ്ലേറ്റ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ഷുഡ് ആൻഡ് മസ്റ്റ്. അതായത് മസ്റ്റ് എന്താണോ ചെയ്യേണ്ട കാര്യങ്ങൾ അത് മസ്റ്റ് ആയിട്ടും ഷുഡ് എന്തെങ്കിലും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്താലും മതി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾ എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, എന്നിട്ട് അത് ടിക്ക് ഇടുമ്പോൾ ഒരു റിലാക്സേഷൻ കിട്ടും അല്ലേ. നമ്മുടെ വർക്ക് ഒരു പേപ്പറിൽ എഴുതി വെക്കും. ഇപ്പോൾ നമ്മൾ പറയില്ലേ പഠിക്കുന്ന സമയത്ത് ടൈം ടേബിൾ ഇട്ട് പഠിക്കാമെന്ന് പറയില്ലേ, എന്നിട്ട് അതിൻ്റെ മേലെ ടിക്ക് ഇടുക. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സിലബസ് നോക്കിയിട്ട് അതിൻ്റെ മേലെ പഠിച്ച് കഴിഞ്ഞാൽ ടിക്ക് ഇടുക, അല്ലെങ്കിൽ ആ ചാപ്റ്ററിന് മേലെ. അപ്പോൾ നമുക്കൊരു സന്തോഷം, ഒരു റിലാക്സേഷൻ വരും. ഡ്രോപ്പ് ടാസ്ക് ദാറ്റ് യു ആർ നോട്ട് ട്രൂലി നെസസറി ടു ബോട്ടം ഓഫ് ദ ലിസ്റ്റ് ഓർ എലിമിനേറ്റ് ദം എൻറ്റയർലി. ഒന്നെങ്കിൽ നമ്മൾ ഏറ്റവും താഴെ അത്ര നെസസറി അല്ലാത്ത കാര്യങ്ങൾ ഏറ്റവും താഴെ അതിനുള്ളിൽ എഴുതി വയ്ക്കുക. അതല്ലെങ്കിൽ എന്താ കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അത് എലിമിനേറ്റ് ചെയ്ത് കളയുക. ഓൾട്ടർ ദ സിറ്റുവേഷൻ. ഇഫ് യു കനോട്ട് അഡ്രസ് സ്ട്രെസ് സിറ്റുവേഷൻ ട്രൈ ടു ഓൾട്ടർ ഇറ്റ്. അതായത് ഇപ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത സ്ട്രെസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു പഠിക്കുന്ന കാര്യം അല്ലെങ്കിൽ ജോലിയുടെ കാര്യം, അല്ല കഴിയുന്നതും സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിന് ജസ്റ്റ് ഒരു ചേഞ്ച് ഉണ്ടാക്കുക എന്നല്ല, മൊത്തം കളയാനല്ല, ജസ്റ്റ് ഒരു ചേഞ്ച് ഉണ്ടാക്കുക. അതാണ് ഓൾട്ടർ ദ സിറ്റുവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സ്പ്രസ് യുവർ ഫീലിംഗ് ഇൻസ്റ്റെഡ് ഓഫ് ബോട്ട്ലിങ് ഡെം. അപ്പം നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ വിഷമങ്ങൾ, കാര്യങ്ങൾ മറ്റുള്ളവരോട് എന്താ പറയുക, അല്ലാണ്ട് ഒരു കുപ്പിയിൽ അത് അടച്ചു വെക്കുകയല്ല വേണ്ടത് എന്നാണ് പറയുന്നത്. ബോട്ട്ലിങ് അപ്പ് ദം. ഇഫ് സംതിങ് ഓർ സമ്മൺ ഈസ് ബോദറിങ് യു കമ്മ്യൂണിക്കേറ്റ് യുവർ കൺസേൺ ഇൻ ഓപ്പൺ ആൻഡ് റെസ്പെക്റ്റ്ഫുൾ ഫീൽ. നമ്മളൊരു വ്യക്തി നമ്മളായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര സ്ട്രെസ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ നമ്മളെങ്ങനെ ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ആ ആളോട് ഇങ്ങനെ എന്തിനെങ്ങനെ ചെയ്യണേന്നോ അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ അയാളായിട്ട് സംസാരിക്കുക. ഇഫ് യു ഡോ നോട്ട് വോയിസ് യുവർ ഫീലിംഗ് എസ്റ്റൻ വിൽ ബിൽഡ് ആൻഡ് സിറ്റുവേഷൻ വിൽ ലൈക്ലി റിമെയിൻ ദ സെയിം. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഒന്നാമത് റെസിസ്റ്റ്മെൻറ്റ്, ദാറ്റ് മീൻ അവരോടുള്ള വിദ്വേഷം അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ പ്രാന്ത് വരിക ഇതിലൂടെ ഉള്ള കാര്യം തുറന്ന് പറയാം. ബി വില്ലിങ് ടു കോംപ്രമൈസ്.
വെൻ യു ആസ്ക് കംപ്ലൈൻ ടു ചേഞ്ച് ദ ബിഹേവിയർ ബി വില്ലിംഗ് ടു ഡു സെയിം തിങ്. കോംപ്രമൈസ് ആക്കുക. ഇഫ് യു ബോത്ത് ആർ വില്ലിംഗ് ടു ബാൻഡ് അറ്റ്ലീസ്റ്റ് എ ലിറ്റിൽ, ഇഫ് യു ഹാവ് എ ഗുഡ് ചാൻസ് ഫോർ ഫൈൻഡിങ് ഹാപ്പി മിഡിൽ ഗ്രൗണ്ട്. അതായത് കുറച്ച് ഒരാൾ കുനിഞ്ഞ, രണ്ടുപേരും കൂടി ഒന്ന് കുനിഞ്ഞ, എന്നുവെച്ചാൽ മീൻസ് എന്താ പറയുക, ഒരാൾ താഴ്ന്നു കൊടുത്താൽ അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് താഴ്ന്നു കൊടുത്താൽ ഒരു സിറ്റുവേഷൻ കോംപ്രമൈസ് ആവും. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, അവിടെ ആകെ തല്ലിന് വരെ ഇതുണ്ടാവും. അപ്പോൾ ഒരു കാര്യത്തിന് എന്ത് വേണമെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു കോംപ്രമൈസ് ആയിട്ട് സംസാരിക്കുക. Be more assertive. Do not take a backseat in your life. Deal with the problems head on and doing your best to anticipate and prevent them. ഒരു നമ്മൾ ബാക്ക് സീറ്റിലിരിക്കില്ല, പിന്നിൽ പോയിരിക്കരുത്. ഇപ്പോൾ എന്ത് സിറ്റുവേഷൻ വന്നാൽ ധൈര്യത്തോട് നേരിടുക. അതുപോലെ നമ്മുടെ എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യത്തിന് ഒന്നാലും എന്താ പറയുക, എല്ലാ കാര്യത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യുക. മാനേജിങ് യുവർ ടൈം ബെറ്റർ. പുവർ ടൈം മാനേജിങ് ക്യാൻ കോസ് ലോട്ട് ഓഫ് സ്ട്രെസ്. ഇപ്പോൾ നമുക്കൊരു എന്താ പറയുക, കോളേജിൽ 9:30 എത്തണമെന്ന് വിചാരിക്കും. അവിടെ നിന്ന് 9:15 ഇറങ്ങി ബസ് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുക, കുറേ ദൂരമുണ്ട് കോളേജിലേക്ക്. അപ്പോൾ നമുക്ക് ആകെ ടെൻഷനാവും. അല്ലെങ്കിൽ എക്സാം ടൈമാണ് ടെൻഷനുള്ള ഒരു കാര്യം പറയണത്. അപ്പോൾ നമ്മളൊരു ടൈം എന്ന് പറഞ്ഞത് ഒരിക്കലും നമുക്ക് എന്താ പറയുക മേടിക്കാനോ, അല്ലെങ്കിൽ അതിൻ്റെ അപ്പം എല്ലാവർക്കും ഒരേപോലെയുള്ള സാധനമാണ് ഇതെന്ന് പറഞ്ഞ ടൈം. അപ്പോൾ ടൈം മാനേജ് ചെയ്യുക. അതായത് പോണ എന്തിനും അത് നമ്മൾ കൃത്യമായിട്ട് സമയത്തിന് ഇറങ്ങുകയാണെങ്കിൽ ആ പോണതിൻ്റെ സ്ട്രെസ്സ് കുറയും. പിന്നെ അഡാപ്റ്റ് ടു ദ സ്ട്രെസ്സ്. ഇഫ് യു കാൺ ചേഞ്ച് ദ സ്ട്രെസ്സ്, ചേഞ്ച് യുവർ സെൽഫ്. അതായത് യു ക്യാൻ അഡാപ്റ്റ് എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആൻഡ് റിഗെയിൻ സെൻസ് ഓഫ് കൺട്രോൾ ബൈ ചേഞ്ചിങ് യുവർ എക്സ്പെക്റ്റേഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്. അതായത് ഇപ്പോൾ ഓവർ ടെൻഷൻ നമ്മൾ കൂളായിട്ടിരിക്കുക, നമ്മൾ ഓവർ എക്സ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവിടുന്ന് എക്സ്പെക്റ്റേഷൻ വരുന്ന സമയത്താണ് നമുക്ക് സ്ട്രെസ്സ് കൂടുക, അല്ലേ? പ്രതീക്ഷകൾ ഓവർ ആകുമ്പോഴാണ് നമുക്ക് എന്താ ഉണ്ടാവുന്നത്, സ്ട്രെസ്സ് വരണത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ റീഫ്രെയിം പ്രോബ്ലംസ്. ട്രൈ ടു വ്യൂ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഫ്രം മോർ പോസിറ്റീവ് പെർസ്പെക്റ്റീവ്. അതായത് ഇപ്പോൾ സ്ട്രെസ്സുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ട് മൈൻഡ് എടുക്കും. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പോൾ അവരോട് പോയി ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ്. ഒരു പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കുക. റാദർ ദാൻ ഫോമിങ് അബൌട്ട് ട്രാഫിക് ജാം. ഒരു ട്രാഫിക് ജാമുകളിലാണ് നിങ്ങൾ പെട്ടിട്ടിരിക്കുകയാണ് സമയത്ത്, ആ ഒരു എന്താ പറയുക, ആ ഒരു ഇതിലുള്ള സമയത്ത് തന്നെയാണ്. അപ്പോൾ ജോലിക്ക് പോകുന്ന സമയമാണെന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ മൈൻഡ് റിലാക്സ് ആക്കാൻ വേണ്ടി നമ്മൾ നല്ലൊരു പാട്ട് വയ്ക്കുക, അങ്ങനത്തെ എന്തെങ്കിലും എൻജോയ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു കോമഡി വയ്ക്കുക. അത് മൈൻഡ് റിലാക്സ് ആക്കി വയ്ക്കുക. Look at the big picture. Take a perspective in a stressful situation. Ask yourself how important it will be long run. Will it matter in month, a year? It's really worth getting upset over. If your answer is no, focus your time and energy elsewhere. ഇപ്പോൾ നമ്മൾ എക്സാം ആണെന്ന് വയ്ക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ടെൻഷൻ അടിക്കുകയാണ്. എന്താ പറയുക, ആ ടെൻഷൻ അടിക്കുന്ന സമയത്ത് എന്താ പറയുക, നമ്മളെന്താ പഠിച്ചു പോയി, നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തു, ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ പിന്നെ നോക്കണവരുടെ കയ്യിലാണെന്ന് വയ്ക്കാം. നമ്മൾ അതന്നെ ഓർത്തിട്ട് ഇരിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുന്നത്, അത് അതിൻ്റെ വഴിക്ക് വിടുക. ആ കാര്യം അതിൻ്റെ നമ്മളത് വരുന്ന സമയത്ത് നമുക്ക് ഇതാക്കാം. നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞു, അത് അവിടെ വെച്ചിട്ട് നിൽക്കാം. നമ്മുടെ സമയം അടുത്തതിന് സബ്ജക്റ്റിന് പഠിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അല്ലാണ്ട് മറ്റേ കാര്യത്തിന് എനർജി കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. കഴിഞ്ഞത് ചിലപ്പോൾ കഴിയും. അഡ്ജസ്റ്റ് യുവർ സ്റ്റാൻഡേർഡ്സ്. അതായത് perfection is major source of avoidable. Stop setting yourself up failure of demanding perfection. Set reasonable standard for yourself and others and learn to be okay with good enough. അതായത് സ്ട്രെസ്സ് ഇല്ലാതെ, അതായത് ഇപ്പോൾ നമ്മൾ ഭയങ്കര പെർഫെക്ഷൻ വേണം, എല്ലാ കാര്യത്തിനും പെർഫെക്റ്റ് ആവണം. എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റുമ്പോൾ ആകെ ഡെസ്പ് ആവണത് പറ്റില്ല. ഇപ്പോൾ നന്നായി മാർക്ക് മേടിക്കുന്നത് 100-ൽ 95 മാർക്ക് മേടിക്കണത് 100-ൽ 100 മേടിക്കുന്നവർക്ക് 98 അല്ലെങ്കിൽ 95 ഒക്കെ മേടിക്കുമ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടാവണില്ലേ? ആ കാര്യങ്ങളൊക്കെ മിക്കലും അവോയ്ഡ്. സെറ്റ് റീസണബിൾ സ്റ്റാൻഡേർഡ് ഫോർ യുവർസെൽഫ് ആൻഡ് അത് ലേൺ ടു ഓക്കെ വിത്ത് ദ ഗുഡ് ഇനഫ്. അത് മതി, നമുക്കത് നല്ലതാണ്, അത് കറക്റ്റ് തന്നെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതാക്കുക. ഫോക്കസ് ഓൺ പോസിറ്റീവ്. When stress is getting you down, take a moment to reflect on things you appreciate in your life. നമ്മളുടെ സ്ട്രെസ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം കുറവ് വരികയാണ്, നമുക്ക് അത് ബുദ്ധിമുട്ട് വരികയാണ് സമയത്ത് നമ്മുടെ ഉണ്ടാകുന്ന ലൈഫിൽ ഉണ്ടാകുന്ന മറ്റുള്ളവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്ത കാര്യങ്ങൾ ഓർത്തെടുക്കുക. അതേപോലെ തന്നെ ഇൻക്ലൂഡ് യുവർ ഓൺ പോസിറ്റീവ് ക്വാളിറ്റീസ് ആൻഡ് ഗിഫ്റ്റ്സ്. അതായത് നമ്മുടെ പോസിറ്റീവ് ക്വാളിറ്റി, ഇപ്പോൾ എൻ്റെ പോസിറ്റീവ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നന്നായി സംസാരിക്കാമെന്നാവും, അല്ലെങ്കിൽ ഒരു നന്നായി കോമഡി പറയാമെന്നാവും. ആ കാര്യങ്ങൾ അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക. സിമ്പിൾ സ്ട്രാറ്റജി ക്യാൻ ഹെൽപ്പ് യു തിങ്ക് എ പെർസ്പെക്റ്റീവ്. ഈ സിമ്പിൾ സ്ട്രാറ്റജി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്ട്രെസ് വരുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരോട് ചെയ്ത നന്മകൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത നമുക്കുള്ള കഴിവുകൾ, അതൊക്കെ നമ്മൾ ഓർത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കും.
ആസ് ഇറ്റ് ദ തിങ് യു കാൺ ചേഞ്ച് സം സോഴ്സസ് ടു ചൈസ് അൺഅവോയ്ഡബിൾ. ചില സിറ്റുവേഷൻസ് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. യു കാൺ പ്രിവെൻറ്റ് ഓർ ചേഞ്ച് സ്ട്രെസ്സ്. അതായത് ഇപ്പോൾ you can't prevent or change the stresses such as death of loved one or serious illness or national recession. Such a case is the best way to cope with the stress into accept things already are. ചില കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യാൻ എന്താ പറയുക നമുക്ക് ആ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി മരിക്കുക, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ആ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റില്ല എന്നറിയാം. അതേപോലെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എന്താ പറയുക അസുഖം വരിക, മാരകമായ അസുഖങ്ങൾ വരിക, അല്ലെങ്കിൽ നാഷണൽ റിസഷൻസ്, ഇപ്പോൾ കൊറോണ, അതല്ലെങ്കിൽ നമ്മുടെ ഉണ്ടാകുന്ന ക്രൈസിസ്, നമ്മുടെ എക്കണോമിക്കലി ഉണ്ടാകുന്ന ക്രൈസിസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, അതിനൊപ്പം ജീവിക്കുക. ഇപ്പോൾ 2 കൊല്ലമായിട്ട് നമ്മൾ കൊറോണയെ 1.5 കൊല്ലമായിട്ട് നമ്മളത് ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് അവർ പറഞ്ഞ പോലെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ സ്വമേധയായിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഡു നോട്ട് ട്രൈ ടു കൺട്രോൾ അതിന് 4ാമത്തെ പോയിന്റ് അതിൽ നമുക്ക് അടുത്തതുള്ളത് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് കൺട്രോൾ ട്രൈ ടു കൺട്രോൾ അൺകൺട്രോളബിൾ. അതായത് മെനി തിങ്സ് ഇൻ ലൈഫ് ആർ ബിയോണ്ട് അവർ കൺട്രോൾ, particularly the behavior of other peoples. അതായത് ഡു നോട്ട് ട്രൈ ടു കൺട്രോൾ അൺകൺട്രോളബിൾ. അതായത് ഒരിക്കലും കൺട്രോൾ ചെയ്യാത്ത കാര്യങ്ങൾ ഒരിക്കലും പോയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പാടില്ല എന്ന്. അതായത് ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിനേക്കാളും, അതായത് മറ്റുള്ളവരുടെ രീതികൾ, അതായത് ഇപ്പോൾ നമ്മൾ പേഴ്സൺസിൻ്റെ പല വ്യക്തികളുടെയൊക്കെ എന്താ പറയുക, അതായത് നമ്മുടെ കാര്യങ്ങൾ ഡു നോട്ട് കൺട്രോൾ. നമുക്ക് ഇപ്പോൾ ഒരു പേഴ്സൺസിനെ, അതായത് ഓരോ വ്യക്തികളുടെയും ബിഹേവിയർ എന്ന് പറഞ്ഞത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലേ. നമ്മൾ പറയില്ലേ 1000 കുടം കിട്ടിയാലും ഒരു മനുഷ്യൻ്റെ വായ കെട്ടാൻ പറ്റില്ല എന്ന്. അതുപോലെ തന്നെയാണ് നമുക്ക് അങ്ങനെ മറ്റുള്ള വ്യക്തികളിലെ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന വ്യക്തികളുടെ കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആ കാര്യങ്ങൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. Look for the upside. As the saying goes, what does not kill you make us stronger. നമുക്കൊന്നും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് മുമ്പ് നമ്മൾ സ്ട്രോങ്ങർ ആയിട്ട് ഇരിക്കുക. When facing major challenge, try to look at them opportunity for personal growth. If your own poor choice contribute to stress situation, reflect on them and learn your own mistakes. അതായത് നമ്മുടെ എന്താ പറയുക, നമുക്ക് വരുന്ന ചാലഞ്ചസ് കാര്യങ്ങൾ മീറ്റ് ചെയ്യാം, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നോക്കുക. നമ്മുടെ സ്ട്രെസ്സിനെ നല്ല പുവറായിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അത് നമ്മളുടെ മിസ്റ്റേക്കായിട്ട് അത് ഇതാക്കും. ഷെയർ യുവർ ഫീലിങ്സ്. നമ്മുടെ ഫീലിങ്സ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാം. ടോക്ക് ടു ട്രസ്റ്റഡ് ഫ്രണ്ട് ഓർ മേക്ക് ആൻ ഓപ്പർച്യൂണിറ്റി വിത്ത് ആൻ തെറാപ്പിസ്റ്റ്. എക്സ്പീരിയൻസ് വാട്ട് യു ആർ ഗോയിങ് ത്രൂ ക്യാൻ ബി എ കാറ്റഗറി ഈവൻ ഇഫ് ദർ ഇസ് നത്തിങ് യു ക്യാൻ ഡു ആൾട്ടർ ദ സ്ട്രെസ് സിറ്റുവേഷൻസ്. അതായത് ഇപ്പോൾ നമ്മുടെ വിഷമങ്ങൾ പറയില്ലേ, നമ്മുടെ വിഷമങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞ ഒരു ചെറിയ ആശ്വാസം കിട്ടുമെന്ന് പറയില്ലേ. അപ്പോൾ നമ്മുടെ വിഷമങ്ങളൊന്നെങ്കിൽ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നല്ല ഒരു തെറാപ്പിസ്റ്റിനോടോ സൈക്കോളജിസ്റ്റിനോടോ ഒക്കെ നമ്മുടെ ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുക. കുറേ മാറ്റാൻ പറ്റില്ലെങ്കിൽ കുറച്ച് കാര്യത്തിനൊക്കെ ഓൾട്ടർ ചെയ്യാൻ സാധിക്കും. ലേൺ ടു ഫോർഗീവ്. മറ്റുള്ളവരോട് ക്ഷമിക്കുക. ആസ് ഇറ്റ് ദ പീപ്പിൾ മേക്ക് മിസ്റ്റേക്സ്. നമുക്കറിയാം അവർ തെറ്റുകൾ എന്ത് വന്നാലും ആൾക്കാർ നമ്മളോട് ചെയ്തിട്ടുണ്ടാവും. ആ കാര്യം നമ്മൾ അവരോട് ക്ഷമിക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാം. ഫ്രീ യുവർ സെൽഫ് ഫ്രം നെഗറ്റീവ് എനർജി ബൈ ഫോർഗീവിങ് ആൻഡ് മൂവിങ് ഓൺ. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മളൊരു വ്യക്തിയോട് ദേഷ്യം പിടിച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ അവരറിയണില്ല. ഇപ്പോൾ എനിക്കൊരു വ്യക്തിയോട് ദേഷ്യമാണെങ്കിൽ ആ വ്യക്തി അറിയണില്ല, വെറുതെ നമ്മുടെ എനർജി ലൂസ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ അവരോട് ക്ഷമിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക, അവർ ചെയ്യുന്ന കാര്യം നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. അതുപോലെ ദൈവം അത് കാണുകയും ചെയ്യും, നമുക്കൊരു ഇതുണ്ടാവും. അതാണ് ഫോർഗീവ് ചെയ്യാന്ന് പറഞ്ഞത്. അടുത്ത പോയിന്റ്, മേക്ക് ടൈം ഫോർ ഫൺ ആൻഡ് റിലാക്സേഷൻ. ഇഫ് യു ആർ റെഗുലർലി മേക്ക് ടൈം ഫോർ ഫൺ ആൻഡ് റിലാക്സേഷൻ യു വിൽ ബി ബെറ്റർ പ്ലേസ് ടു ഹാൻഡിൽ ലൈഫ് സ്ട്രെസ്സസ് വെൻ ദ ഇൻവെൻറ്റബിളി ആൻഡ് കം. അതായത് നമുക്ക് ഒരു സമയം, അതായത് സന്തോഷ സമയം നമ്മൾ ഇതാക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് ഒരു സന്തോഷവേള കണ്ടെത്തുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ സാധിക്കും. അതായത് നമുക്ക് ആ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. Set aside relaxation time. Include rest and relax in your daily schedule. Do not allow the obligation to encourage
ദിസ് ഈസ് യുവർ ടൈം ടു ടേക്ക് എ ബ്രേക്ക് ഫ്രം ഓൾ റെസ്പോൺസിബിലിറ്റി ആൻഡ് റീചാർജ് യുവർ ബാറ്ററീസ്. അതായത് നമ്മൾ റിലാക്സ് ചെയ്യാനൊരു ടൈം എടുത്ത്, അപ്പോൾ ഇപ്പോൾ ഒരു ജോലി കഴിഞ്ഞ് വരികയാണെങ്കിൽ പറയുകയാണ് ഞാൻ 5 മണി തൊട്ട് 6 മണി വരെ ഒരു റിലാക്സേഷൻ ടൈമാണ്. ആ സമയത്ത് ഞാൻ ടി വി ആണോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്താ ഞാനൊരു ടൈം എടുക്കുക. ആ സമയത്ത് വേറെ ഒരു കാര്യം, ഒരു ഓഫീസിലത്തെ കാര്യം വേറെ ഒരു കാര്യം ഇല്ല, ഞാൻ ആ 1 മണിക്കൂർ ഒരു റിലാക്സ് ടൈം കണ്ടുപിടിക്കുകയാണെന്ന് പറയും. നിങ്ങൾ പറയില്ലേ, ഓ പരീക്ഷ ഒന്ന് കഴിഞ്ഞു, ഇനി കുറച്ച് സമയം തരുമോ, ഞാനൊന്ന് ഫോണിലിരിക്കട്ടെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ connect with others, spend the time with the positive people who enhance your life. A strong support system will buffer your negative effects of stress. അതായത് നല്ല സ്ട്രോങ് ആയിട്ട് നമ്മളായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി നമ്മളായിട്ട് സംസാരിക്കുന്ന വ്യക്തികൾ, അതുപോലെ എന്താ പറയുക, നന്നായിട്ട് നമ്മളെ എൻകറേജ് ചെയ്യുന്ന വ്യക്തികൾ, നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ സ്ട്രെസ്സ് അല്ല അവരുടെ ഒപ്പം സംസാരിച്ച് ചെയ്താൽ നമുക്കൊരു റിലാക്സേഷൻ കിട്ടും എന്നൊക്കെ പറയില്ലേ. ചിലർ മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ സ്പീച്ച് കേൾക്കും ഒരു റിലാക്സ് കിട്ടാൻ വേണ്ടി. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. ഡു സംതിങ് യു എൻജോയ് എവറി ഡേ, മേക്ക് ടൈം ടു ലെഷർ ആക്ടിവിറ്റീസ് ദാറ്റ് ബ്രിങ് യു ജോയ്. അതായത് നമുക്ക് ഒരു സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്താ പറയുക, ജീവിതത്തിൽ ഓരോ ദിവസം കണ്ടെത്തുക. അതായത് ഇപ്പോൾ ചിലവിപ്പോൾ ടർഫൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഒരു റിലാക്സ് കളിക്കാൻ പോവാം. ഇപ്പോൾ ജോലിക്കാർ വന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ടിലൊന്ന് നടക്കാൻ പോവുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക മീൻസ് ഒരു കളിക്കാൻ പോവുക, അല്ലെങ്കിൽ പാട്ട് പിയാനോ വയ്ക്കുക, അല്ലെങ്കിൽ സ്റ്റാർ ഗേസിങ്, അതായത് വാനനിരീക്ഷണം, അല്ലെങ്കിൽ നമുക്ക് ബൈക്ക് ഓടിക്കാം, ഓരോരുത്തർക്ക് ബൈക്ക് ഓടിക്കാനോ അങ്ങനത്തെ, അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യാനോ, ചിലപ്പോൾ ഗേൾസിനെ സംബന്ധിച്ചോളം ഒന്ന് ബോട്ടിൽ ആർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് തുന്നാനോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. Keep your sense of humor. This include ability to laugh to you. The act of laughing help to bring stress number of ways. Humor is one of them. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ചിരിക്കണത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ചിരി ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാരെ അട്ടഹസിച്ച് നമുക്ക് എന്താ പറയുക, ചിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് മാത്രമുള്ളൊരു കാര്യമാണ്, മനുഷ്യന്മാർക്കുള്ളൊരു കാര്യമാണ്. ആ ചിരി എന്താ പറയുക, അത് നമ്മൾ തമാശ, ഏറ്റവും ഇതുള്ള കാര്യം എന്ന് പറഞ്ഞാൽ തമാശ പറഞ്ഞിട്ട് അവരെ ചിരിപ്പിക്കാനാണ്. അപ്പോൾ ആ കഴിവുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോടും പറഞ്ഞിട്ട് അവരുടെ സ്ട്രെസ്സ് കുറയ്ക്കുക. അതുപോലെ സ്വയം നന്നായി തമാശ പറഞ്ഞ് നമ്മൾ ചിരിക്കാനും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ട്രെസ്സ് കാര്യങ്ങൾ കുറഞ്ഞു കിട്ടും. അതാണ് മേക്ക് ടൈം ടു ഫൺ ആൻഡ് റിലാക്സേഷനിലോണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വർക്ക് പ്ലേസിലുണ്ടാവുന്ന സ്ട്രെസ്സ് അല്ലേ, ജോലിയിലുണ്ടാവുന്ന സ്ട്രെസ്സ്. വർക്ക് പ്ലേസ് സ്ട്രെസ് എഫക്ട് ദ പെർഫോമൻസ് ഓഫ് ദ ബ്രെയിൻ. ഒരു വർക്ക് പ്ലേസിലുണ്ടാവുന്ന, ജോലി സ്ഥലത്ത് ഉണ്ടാവുന്ന സ്ട്രെസ്സ് അത് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിനെ, അതേപോലെ നമ്മുടെ വർക്കിങ്ങിനെ, അതായത് നമ്മൾ ചെയ്യുന്ന ജോലിയിലുണ്ടാവുന്ന വർക്കിനെ, നമ്മുടെ മെമ്മറീനെ, നമ്മുടെ ഓർമ്മശക്തിനെ, നമ്മുടെ കോൺസെൻട്രേഷനെ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യത്തിന്, അങ്ങനത്തെ കാര്യത്തിനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും സ്ട്രെസ്സ് കൊണ്ട്. വർക്ക്പ്ലേസ് ക്യാൻ ലീഡ് ആൻഡ് മെയിൻ പാർട്ട് ഓഫ് പേഴ്സൺ സഫറിങ് ഫ്രം മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനെ വരെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും നമുക്ക് അത് എന്താ പറയുക, അത് ഭയങ്കരമായിട്ട് സഫർ ചെയ്യും അല്ലേ. മെൻ്റൽ ടെൻഷൻ ഓവറാവും, സൂയിസൈഡ് വരെ എത്തണ സാഹചര്യം വരെ എത്തും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് വർക്ക് സ്ട്രെസ്സിൽ. എന്തൊക്കെയാണ് കോസസ് ഓഫ് ഡിസ്ട്രിക്ട് കോസസ് ഓഫ് സ്ട്രെസ് അറ്റ് വർക്ക്? maltreatment of harassment by anyone, not necessary person's manager. ഒരു കമ്പനിയുടെ പേഴ്സണൽ മാനേജർ ആവണമെന്നില്ല, അവിടെ ഒപ്പം വർക്ക് ചെയ്യുന്ന വ്യക്തികളെ തന്നെയായിരിക്കും അവരെ ഹരാസ് ചെയ്യാണ്, പേഴ്സണൽ ഹരാസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് വരും. ഇപ്പോൾ ഒരു മാനേജർ ആവണമെന്നില്ല, ചിലപ്പോൾ ഒപ്പം വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ ഒരാണോ ഒരു പെണ്ണായാലും അതെ നമ്മളെ ഹരാസ് ചെയ്തിട്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയില്ല, ഇപ്പോൾ ടീച്ചേഴ്സ് ഹരാസ് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ ഒപ്പം പഠിക്കുന്ന കുട്ടികൾ തന്നെ ചിലപ്പോൾ കളിയാക്കിയെന്ന് വരും. അത് ഒരു സ്ട്രെസ്സിൻ്റെ ഭാഗമാണ്. ഫീലിംഗ് പവർലെസ് ആൻഡ് ഇൻവോൾവ് ഇൻ ഡിറ്റർമിനിങ് വൺസ് ഓൺ റെസ്പോൺസിബിലിറ്റി. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നണില്ല, ചെയ്തത് എന്തെങ്കിലും തെറ്റാണെങ്കിൽ എന്നെക്കൊണ്ട് അത് സാധിക്കുമെന്ന് തോന്നണില്ല, എന്നെക്കൊണ്ട് അത് കഴിയില്ല എന്നൊക്കെ തോന്നില്ല, അപ്പോൾ ഒരു സ്ട്രെസ്സ് വരും. ഇനി എന്നെക്കൊണ്ട് പറ്റുക. കണ്ടിന്യൂസ് അൺറീസണബിൾ പെർഫോമൻസ് ഡിമാൻഡ്സ്. അതായത് അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ അവർ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തെറ്റുകൾ പറ്റുന്നത്. ലാക്ക് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് കമ്മ്യൂണിക്കേഷൻ നടത്തിയില്ല, കൃത്യമായിട്ട് സംസാരിച്ചിട്ടില്ല ആ കാര്യത്തിനെ പറ്റില്ല, അത് എന്താ പറയുക, കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ, അതായത് തല്ലുണ്ടായാൽ പോലും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അവിടെയും ഒരു സ്ട്രെസ് ഉണ്ടാവാം. ജോബ് സെക്യൂരിറ്റിയുടെ കുറവ് സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ ഓരോ കൊല്ലം ഇൻ്റർവ്യൂ നടത്തുകയാണ്, അപ്പോൾ ഒരു ജോലിയിലാണ് ഓരോ കൊല്ലം ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓരോ കൊല്ലം കുട്ടികളെ തോൽപ്പിച്ചിടുകയാണ് കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി, നമുക്കൊരു മെൻ്റലി ഒരു സ്ട്രെസ് ഉണ്ടാവാം.
ലോങ് വർക്കിംഗ് അവേഴ്സ്, കണ്ടിന്യൂസ് ആയിട്ട് വർക്കിംഗ്. ഒരു IT സെൻറ്റേഴ്സിലൊക്കെ ആണെങ്കിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വർക്കിംഗ് ടൈം ഓവർലോഡൊക്കെ ഉണ്ടാവാറുണ്ട്, വർക്കിംഗ് ടൈം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് സ്ട്രെസ് ഉണ്ടാവാം. എക്സസീവ് ടൈം എവേ ഫ്രം ഹോം ആൻഡ് ഫാമിലി, കുറേ നാളത്തേക്ക് നമ്മൾ കുറേ നേരം ജോലി ചെയ്യുക, അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് നമ്മൾ വീടും അല്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ വിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സ്ട്രെസ് വരാം. ഗൾഫിലത്തെ ആൾക്കാർക്കൊക്കെ അങ്ങനത്തെ ആണ്. ഓഫീസ് പൊളിറ്റിക്സ് ആൻഡ് കോൺഫ്ലിക്റ്റ് എമംഗ് സ്റ്റാഫ്, ഓഫീസിലുണ്ടാവുന്ന അപ്പോൾ യൂണിയൻ ഉള്ളിലുണ്ടാവുന്ന യൂണിയൻ, അവർ തമ്മിൽ തല്ല്, അല്ലെങ്കിൽ അവിടുത്തെ കൊളീഗ്സ് തമ്മിലുള്ള വഴക്ക്, അതും സ്ട്രെസ്സിന് വഴി തിരിക്കും. എ ഫീലിംഗ് ദാറ്റ് വൺസ് റിവാർഡ് ഈസ് നോട്ട് കോമ്പൻസേറ്റ് വിത്ത് വൺസ് റെസ്പോൺസിബിലിറ്റി, അവർ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റിക്ക് അവർക്ക് അവരുടേതായ മാന്യതയായിട്ടുള്ള ഒന്നെങ്കിൽ അവർക്ക് കിട്ടേണ്ട ശമ്പളമാവണം, അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട പൊസിഷൻ ആവാം, അങ്ങനത്തെ കൃത്യമായിട്ടുള്ള റിവാർഡ്സ് കാര്യങ്ങൾ അവർക്ക് കൊടുത്തേ പറ്റൂ. ഇനി സം ടെക്നിക്സ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ കുറച്ച് ടെക്നിക്സ് ഉണ്ട്. ഇംപ്രൂവിങ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്, നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. റീഡിസൈൻ ജോബ്സ് ബൈ ചേഞ്ചിങ് വർക്ക് ലോഡ്സ്, ഡെഡ്ലൈൻസ്, വർക്ക് ഷെഡ്യൂൾസ് എക്സെട്ര. ഒന്നെങ്കിൽ നമ്മുടെ ജോലീനെ ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ആ ജോലീനെ ഒന്നും കൂടി രസകരമായിട്ട് മാറ്റുക. റീഡിസൈൻ ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നിന്ന് നമ്മൾ ഒന്ന് രൂപമാറ്റം ചെയ്യുക നമ്മുടെ രീതിക്ക്. അഡോപ്റ്റ് മാനേജ്മെൻറ്റ് ഗെറ്റ് പാർട്ടിസിപ്പേഷൻ ഫ്രം എംപ്ലോയീസ് സ്പെഷ്യലി ഇൻ പ്ലാനിങ് സ്ട്രാറ്റജീസ്, അതായത് നമ്മുടെ ഓരോ ഓർഗനൈസേഷനിൽ പ്ലാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിന് പ്രകാരം പ്ലാൻ ചെയ്യുന്ന കാര്യത്തിന് നമ്മളുടെ ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ടേക്ക് സ്റ്റെപ്പ് ടു അവോയ്ഡ് റോൾ കോൺഫ്ലിക്റ്റ് ആൻഡ് റോൾ ആംബിഗ്വിറ്റി അറ്റ് വർക്ക് പ്ലേസ്, അതായത് കോൺഫ്ലിക്റ്റ് തല്ലൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങൾ വളരെയധികം ചുരുക്കി കൊണ്ടുവരിക. അവിടെ അങ്ങനെ കോൺഫ്ലിക്റ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ തല്ല് വരുന്ന സമയത്ത് മെല്ലെ മാറുക, വാക്കുതർക്കൊക്കെ ഉണ്ടാകുമ്പോൾ മെല്ലെ മാറുക. പ്രൊമോട്ട് ആൻഡ് എൻകറേജ് ടീം ബിൽഡിംഗ് എഫേർട്ട് എമംഗ് എംപ്ലോയീസ്, അവിടുത്തെ എംപ്ലോയീസിൻ്റെ ടീം അവരെ എൻകറേജ് ചെയ്യുക, നന്നായി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരോട് ഇനിയും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക, ആ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. കണ്ടക്ട് വർക്ക്ഷോപ്പ് ഓൺ ടൈം മാനേജ്മെൻറ്റിനുള്ള വർക്ക്ഷോപ്പ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാം. പിന്നെ ട്രെയിനിങ് പ്രോഗ്രാം, റിലാക്സേഷൻ എക്സസൈസ്, അതായത് നല്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക എന്തെങ്കിലും അവർക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുക്കുക, ഇൻ്റർവെൽസ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, കരിയർ കൗൺസിലിംഗ് ആൻഡ് അതർ എംപ്ലോയി അസിസ്റ്റൻറ്റ് പ്രോഗ്രാംസ്. ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് പ്രോഗ്രാം ടു പ്രൊമോട്ട് ഗുഡ് ഹെൽത്തി ഹാബിറ്റ്സ് ഓർ ഐഡൻറ്റിഫൈ കറക്റ്റ് ഹെൽത്ത് പ്രോഗ്രാംസ്. ഇപ്പോൾ വല്ല ഇപ്പോൾ ഓർഗനൈസേഷന് ഹെൽത്തി പ്രോഗ്രാംസിന് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ കുട്ടികൾക്ക് അവെയർ ആക്കുക, ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് അവയർനെസ് കൊടുക്കുന്ന പോലെ അവിടുത്തെ വർക്ക് പ്ലേസിൽ ഓരോ എംപ്ലോയീസിന് ഓരോ കാര്യത്തിനെ പറ്റിയിട്ട് അവയർനെസ്, ഇതിലൂടെയൊക്കെ നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാം. എന്നാൽ പോലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല സ്ട്രെസ്സ് ഉണ്ടാവും, അത് നമ്മൾ തന്നെയാണ് ഓരോ സ്ട്രെസ്സ് ഉണ്ടാക്കുന്നത്, നമ്മൾ തന്നെയാണ് ആ സ്ട്രെസ്സ് കുറയ്ക്കാൻ നമ്മളിൽ തന്നെയാണ് മരുന്നുണ്ടാവണം. എനിവേ, താങ്ക് യു.